ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നതിനെക്കുറിച്ച് മർക്കോസ് ശ്ലീഹ ഇപ്രകാരമാണ് പറഞ്ഞു തുടങ്ങുക. 3-ാം അധ്യായം 13-ാം വാക്യം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. ഈശോ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചവരെല്ലാം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരാ. അവർ പ്രതികരിക്കുന്നതാണ്. അവർ ഈശോയുടെ അടുത്തേക്ക് ചെന്നു. പ്രിയ സഹോദര സഹോദരി, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നീ ഈശോയുടെ സ്നേഹത്തിന് പാത്രമായ വ്യക്തിയാണ്. സ്നേഹിച്ചിട്ടാ ഈശോ നിന്നെ ഈ ഒരു ജീവിതാവസ്ഥയിലേക്ക് വിളിച്ചിരിക്കുക. ഈശോ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നീ ഈ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണെന്നാണ്. അത്രമാത്രം കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, വിലമതിക്കുന്നു. ജീവിതത്തിലേക്ക് നീ ഒന്ന് നോക്കണം. ഈശോയെ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യം ഉണ്ടോ? ആ ഒരു അടുപ്പം തിരിച്ച് ഈശോയോടും കാണിക്കുന്നുണ്ടോ? ആ ഒരു അടുപ്പത്തിൻ്റെ ആഴം അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോ, ഈ വ്യക്തി ഏത് ജീവിതാവസ്ഥയിലുള്ളതാണെങ്കിലും നീ സ്നേഹിച്ച വ്യക്തിയാണെന്ന്, ഇപ്പോഴും നീ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം നൽകണമേ. ആ ബോധ്യത്തിൽ നിന്ന് നിന്നോട് ഒട്ടിച്ചേരുവാനുള്ള കൃപ നൽകണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ